നമസ്കാരം. നമ്മുടെ ശരീരത്തെ ഒന്നടങ്കം നിയന്ത്രിക്കുന്ന അവയവമാണ് തലച്ചോർ. തലച്ചോറിൽ കണ്ടുവരുന്ന മുഴകളെയാണ് ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത്. ഈ മുഴകൾ എത്ര നേരത്തെ കണ്ടെത്തുന്നോ അത്രത്തോളം പ്രധാനമാണ് നമ്മളുടെ ചികിത്സയെ വിജയത്തിലേക്ക് നയിക്കുന്നതും. ഇവയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ നമ്മോടൊപ്പമുള്ളത് അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റലിൻ്റെ ന്യൂറോ സർജറി വിദഗ്ധരായ ഡോക്ടർ തരുൺ കൃഷ്ണ, ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ പ്രശാന്ത് എ മേനോൻ. ഹായ് ഡോക്ടർ. എന്താണ് ബ്രെയിൻ ട്യൂമർ? എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇങ്ങനെ ബ്രെയിൻ ട്യൂമർ വരാനായിട്ട്? ഇപ്പം നമ്മൾ ഈ ട്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു മുഴയെന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ മുഴകൾ. അപ്പം മുഴകൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ക്രമാതീതമായിട്ടുള്ള അതിൻ്റെ ഒരു കോശവിഭജനത്തിലുള്ള ഒരു അപാകതയാണ്. ഒരു സെൽ മൾട്ടിപ്ലിക്കേഷൻ, ഒരു അബ്നോർമലായിട്ടുള്ള സെൽ മൾട്ടിപ്ലിക്കേഷൻ എവിടെയെങ്കിലും നടക്കുമ്പോഴാണ് അവിടെ ട്യൂമറുകൾ അല്ലെങ്കിൽ മുഴകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ബ്രെയിൻ ട്യൂമറുകൾ ഉണ്ടാകുന്നത് ഒന്ന് ബ്രെയിനിൻ്റെ അകത്ത് തന്നെയുള്ള ബ്രെയിൻ മാറ്ററിൽ നിന്നാവാം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രെയിനൊരു കവറിങ് ഉണ്ട്, അതിന് മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ ആ മെനിഞ്ചസിൽ നിന്ന് ഉള്ള മുഴകളാവാം. ചിലപ്പോൾ സ്കള്ള്, അതിൻ്റെ പുറത്താണല്ലോ തലയൊട്ടിരിക്കുന്നത്, തലയൊട്ടി എന്നുള്ള മുഴകളാവാം. പിന്നെ ക്രേനിയൽ നെർവ്സ് എന്നും പറഞ്ഞാൽ നമ്മുടെ 12 ജോഡി ഞരമ്പുകളുണ്ട് ബ്രെയിനിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് മുഖത്തിൻ്റെ പല ഭാഗത്തേക്ക് സപ്ലൈ ചെയ്യുന്ന ആ നെർവുകളിൽ നിന്നുണ്ടാകുന്ന മുഴകളൊക്കെ ട്യൂമർ, അതൊരു വേറെ ടൈപ്പ് ട്യൂമറാണ്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ബോഡിയിൽ മറ്റു ഭാഗത്തുണ്ടാകുന്ന ചില ക്യാൻസറുകളൊക്കെ ബ്രെയിനകത്തോട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ അതും ട്യൂമേഴ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രെയിൻ ട്യൂമറുകളുടെ ഗണത്തിൽപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും കറക്റ്റായിട്ട് അതിനൊരു ഉത്തരവില്ലെന്നുള്ളതാണ്. ഒരുപാട് റിസർച്ചൊക്കെ ഇതിൻ്റെ പുറകിൽ ബ്രെയിൻ ട്യൂമറിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്കിപ്പോഴും എക്സാക്റ്റ് റീസൺസ് അറിയില്ല എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന്. പല ഹൈപ്പോത്തസിസ് ഒക്കെ ഉണ്ട്, ഇന്നതുകൊണ്ടൊക്കെ ആവാം എന്നൊക്കെയുള്ള പല തിയറീസ് ഉണ്ട്, പക്ഷേ ഡെഫിനറ്റ് പ്രൂഫില്ല. അതിനകത്ത് ചില നമ്മൾ വിചാരിക്കപ്പെടുന്ന ചില കാരണങ്ങൾ വെച്ചാൽ ഒന്ന് റേഡിയേഷൻ, പ്രത്യേകിച്ച് അത് പ്രൂവൺ ആയിട്ടുള്ളൊരു സംഗതി റേഡിയേഷനാണ്. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ചില അസുഖങ്ങളുണ്ട്, ബ്ലഡ് ക്യാൻസേഴ്സ്, ലുക്കീമിയാസ്, അങ്ങനെയുള്ള കുട്ടികളിലൊക്കെ ബ്രെയിൻ പിന്നെ അവർക്ക് റേഡിയേഷനൊക്കെ ചെറുപ്രായത്തിൽ കിട്ടിയാൽ അവർ വളർന്നു വരുന്ന ഒരു അഡൾട്ട് ആകുമ്പോൾ ചിലപ്പോൾ ബ്രെയിൻ ട്യൂമേഴ്സൊക്കെ കാണാറുണ്ട്. പിന്നെ മറ്റൊരു കാരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കെമിക്കൽസിനോടുള്ള ഒരു എക്സ്പോഷർ, എൻവയറമെൻ്റൽ കെമിക്കൽസ്, അതായത് ചില ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, പെയിൻറ്റ് ഇൻഡസ്ട്രി, പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി, റബ്ബർ ഇൻഡസ്ട്രി, പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചില നിരന്തരമായിട്ടുള്ള ചില സമ്പർക്കം, ചില കെമിക്കൽസ് ആയിട്ടുള്ള സമ്പർക്കം മൂലം ശരീരത്തിൽ ബ്രെയിൻ ട്യൂമേഴ്സും അതുമാത്രമല്ല മറ്റ് ട്യൂമറുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ജനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ട് ഇത് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില അപൂർവമാണ്. ഒരു 90% ആളുകൾക്ക് ജനറ്റിക് ബേസിസ് ഇല്ല. എന്നാൽ തന്നെയും വളരെ ചെറിയൊരു ശതമാനം ആളുകളിൽ ജനിതക കാരണങ്ങൾ കാരണം പാരമ്പര്യമായിട്ട് ചില ട്യൂമറുകളൊക്കെ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇൻഫെക്ഷൻസ്, ചില വൈറൽ ഇൻഫെക്ഷൻസ്, എപ്സ്റ്റീൻ ബാർ വൈറസ്, സൈറ്റോമെഗാലോ വൈറസ്, പല ഇതുപോലത്തെ ചില വൈറസുകളൊക്കെ ബ്രെയിൻ ട്യൂമറുകൾ ഉണ്ടാക്കുന്നതായിട്ട് ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില ആൾക്കാർ ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട്, എനിക്ക് പണ്ട് ബ്രെയിൻ ട്യൂമറായിട്ട് വന്നവർ ചോദിക്കാറുണ്ട്, ഞാൻ പണ്ട് ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണോ ഇത് വന്നത്? ആക്സിഡൻസ് ആയിട്ടൊന്നും നേരിട്ടൊന്ന് ഒരു ബന്ധപ്പെടുത്താമെന്നുള്ള ഒരു എവിഡൻസ് ഇല്ലെങ്കിൽ പോലും ചില ട്യൂമറുകൾ, ഫോർ എക്സാമ്പിൾ ഒരു മെനിഞ്ചോമ എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാൻസർ അല്ലാത്ത ടൈപ്പ് ഒരു ബ്രെയിനിൽ വരുന്ന ട്യൂമറൊക്കെ ആക്സിഡൻസിന് ശേഷം വരുന്നതായിട്ട് ചില പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ എക്സാക്ട് റീസൺസ് നമുക്കിപ്പോഴും അൺനോൺ ആണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു ഏകദേശം പറയാവുന്ന കാരണങ്ങൾ. ഡോക്ടർ, വിവിധ തരത്തിലുള്ള ബ്രെയിൻ ട്യൂമറുകളുണ്ടല്ലോ, ഇത് പ്രശ്നക്കാരനാണോ അല്ലയോ എന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ ഡോക്ടർ തരുൺ പറഞ്ഞ പോലെ തന്നെ തലയിലുള്ള ഒരു ട്യൂമർ അല്ലെങ്കിൽ മുഴ എന്ന് പറയുന്നത് തലച്ചോറിൽ അതിൻ്റെ ആവരണത്തിൽ നിന്നാവാം, അതിൻ്റെ എല്ലിൽ നിന്നാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറമേയുള്ള തൊലിയിൽ നിന്നാവാം.
പൊതുവെ നമ്മൾ ഈ തലയിൽ കാണുന്ന ട്യൂമറുകൾ 2 തരത്തിലാണ് തരംതിരിക്കുന്നത്. ഒന്ന് ക്യാൻസർ ഇനത്തിൽപ്പെട്ടതും മറ്റത് ക്യാൻസർ അല്ലാത്ത തരത്തിൽപ്പെട്ടതും. ഈ ക്യാൻസർ അല്ലാത്ത തരത്തിൽപ്പെട്ട ട്യൂമർ തന്നെ വീണ്ടും 2ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് വെള്ളം കെട്ടിയ തീർത്തും ഒരു അപകടകാരിയല്ലാത്ത ഒരു തരം ട്യൂമറും മറ്റതൊരു സോളിഡായിട്ടുള്ള ഒരു കട്ടിയുള്ള ഒരു ട്യൂമറും ആയിട്ട് അങ്ങനെ തരംതിരിക്കാം. അപ്പോൾ പൊതുവെ ജനറലി നമുക്ക് ക്യാൻസറും ക്യാൻസർ അല്ലാത്തവയുമായിട്ട് തരംതിരിക്കാവുന്നതാണ്. രോഗലക്ഷണം വെച്ചിട്ട് ഇവ രണ്ടും തിരിച്ചറിയ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ തന്നെയും ക്യാൻസർ ഇനത്തിൽപ്പെട്ട ട്യൂമേഴ്സ് രോഗലക്ഷണം വളരെ വേഗത്തിലായിരിക്കും രോഗിക്ക് ഉണ്ടാക്കുക. ക്യാൻസർ അല്ലാത്ത മുഴകളാണെങ്കിൽ വളരെ മെല്ലെ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിൽ മാറ്റമില്ലെങ്കിലും ഇവ ഉണ്ടാക്കുന്ന സമയപരിധി ക്യാൻസർ ഇനത്തിൽപ്പെട്ട മുഴകൾക്ക് വളരെ വേഗത്തിലായിരിക്കും. ഇതെല്ലാം ഏറെക്കുറെ അനുമാനങ്ങളാണ്. ഇതുകൊണ്ട് അങ്ങനെ ആവണമെന്ന് നിർബന്ധം പിടിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഏറെക്കുറെ ഈ പ്രത്യക്ഷത്തിൽ രോഗിക്ക് കാണുന്ന ബുദ്ധിമുട്ട് വെച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കുകയും അത് ഉറപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ പുതിയ മെത്തേഡിൽ ഒരുപാട് പരിശോധന സംവിധാനങ്ങൾ നമുക്കുണ്ട്. അതിനകത്ത് ഒന്നാണ് MRI. അതിൻ്റെ കൂടെ തന്നെ MRS എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ട്യൂമർ ഏത് ഗണത്തിൽ പെടുന്നതാണ്, അത് ക്യാൻസറാണോ ക്യാൻസർ അല്ലാത്തവയാണോ എന്ന് നമുക്ക് ഏറെക്കുറെ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റും. എന്നാലും ഇത് 100% ആധികാരികമായി പറയാൻ പറ്റുന്നൊരു ടെസ്റ്റല്ല. അങ്ങനെ ആവണമെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഈ ട്യൂമർ അപകടകാരിയാണെങ്കിലും അല്ലെങ്കിലും ട്യൂമറിനെ ഓപ്പറേഷൻ വഴി നമ്മൾ നീക്കം ചെയ്ത് അത് പരിശോധനയ്ക്ക് വിട്ട് ബയോപ്സിക്ക് വിട്ട് അതിൻ്റെ റിപ്പോർട്ടിൽ അനുസരിച്ചുള്ള ഒരു തീരുമാനം മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് വിശ്വസിക്കാനും പറയാനും പറ്റുള്ളൂ. പല തരത്തിലുള്ള തലവേദനകളുണ്ട്. മൈഗ്രെയിൻ പോലെ അങ്ങനെയുള്ള തലവേദനകളൊക്കെ ഉണ്ടല്ലോ. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിനിലാണ് നമ്മൾ വേദന പെർസീവ് ചെയ്യണത്. പക്ഷേ ബ്രെയിനിന് പെയിനിനെ എക്സിബിറ്റ് ചെയ്യാനുള്ള റിസപ്റ്റർസോ കാര്യങ്ങളോ ഇല്ല. ബ്രെയിൻ ഇറ്റ് സെൽഫ് ഇസ് പെയിൻ ഇൻസെൻസിറ്റീവ്. അപ്പോൾ തലയുടെ വേദന എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്ന് വരണതാ എന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും ഇത് ബ്രെയിനിൻ്റെ ചുറ്റുമുള്ള മെനിഞ്ചസ് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള രക്തക്കുഴലെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള സോഫ്റ്റ് ടിഷ്യൂ എന്നോ വരുന്ന വേദനയാണ് ഈ തലവേദനയായിട്ട് വരിക. അപ്പോൾ ഇതിനെ നമുക്ക് ഗ്രോസ് ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമുക്കിതിനെ രക്തക്കുഴലിൽ നിന്ന് ഉത്ഭവിക്കുന്ന തലവേദനയാണെങ്കിൽ വാസ്കുലർ ഹെഡേക്ക് എന്ന് പറയാം. മെനിഞ്ചസ് നിന്ന് സ്ട്രെച്ചായി വരുന്ന ഹെഡേക്സ് ആവാം, അല്ലെങ്കിൽ മസ്കുലർ ഹെഡേക്സ്, ക്ലസ്റ്റർ ഹെഡേക്സ് എന്നൊക്കെ പറയാം. ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു ഹെഡേക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഈ വേദന 2 രീതിയിലാവാം. അതായത് തലയുടെ ഒരു ഭാഗത്ത് മാത്രമായിട്ടുള്ള വേദനയായിട്ട് വരാം. പക്ഷേ യൂഷ്വലായിട്ട് നമ്മൾ കാണുന്നത് ഇതിനൊരു ഹോളോ ക്രേനിയൽ ഹെഡേക്ക് എന്ന് പറയും. അതായത് തലയുടെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ട് മുഴുവൻ തലേനും ബാധിക്കണമായിട്ടുള്ളൊരു ഹെഡേക്കായിട്ടാണ് യൂഷ്വലി വരിക. അതല്ലാതെ തന്നെ ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ വേദന ബ്രെയിന് എന്ന് വരണ വേദനയല്ല. ഈ ബ്രെയിനിൻ്റെ ഉള്ളിൽ ട്യൂമർ വികസിക്കുമ്പോൾ അല്ലെങ്കിൽ വളരുമ്പോൾ ബ്രെയിനിൽ വരണ സ്ട്രെച്ച് കാരണം വരണ വേദനയാണ്. അപ്പോൾ പലപ്പോഴും ഈ പേഷ്യൻ്റ് ഉറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ ഈ വേദനയുടെ തീവ്രത കൂടാനുള്ള സാധ്യതയുണ്ട്. അതേമാതിരി പേഷ്യൻ്റ് ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഈ വേദന കൂടാനുള്ള സാധ്യത. പക്ഷേ ഇതൊന്നും നമുക്ക് ഈ വേദന വെച്ചിട്ട് മാത്രമേ ഇതൊരു ട്യൂമറിൻ്റെ വേദനയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു തലവേദന സ്ഥിരമായിട്ട് തലവേദന ഇങ്ങനത്തെ വാസ്കുലർ ഹെഡേക്കോ മൈഗ്രെയിൻ ഹെഡേക്കോ ഇല്ലാത്തൊരാൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ പുതിയതായിട്ടുള്ള ഒരു തലവേദന വരിക, അതിന് ഇങ്ങനത്തെ ചില ലക്ഷണങ്ങൾ കാണുകയാണെന്ന് വെച്ചാൽ നമ്മൾ അത് ട്യൂമർ കാരണമാവാം എന്ന് സംശയിക്കാം. പക്ഷേ ഇതിനെ ഫർദർ വർക്കപ്പ് ചെയ്ത് സ്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റും. സർ, തലവേദനയാണ് പ്രധാന കാരണമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ തലവേദനയും ഇതിൻ്റെ ഒരു കാരണവുമല്ല. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണങ്ങൾ? സാധാരണഗതിയിൽ നമ്മളൊരു ബ്രെയിനിൽ വരുന്ന മുഴകൾ തലവേദനയായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ തലവേദന എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു 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 രോഗലക്ഷണമോ അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ വരാവുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ തലവേദനയ്ക്ക് ആരും തന്നെ ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. ഇവിടെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം കിടക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള തലവേദനയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള തലവേദനയ്ക്കാണ് നമുക്ക് ചികിത്സിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള തലവേദന നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു തരംതിരിവ് തന്നെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് വേണ്ടത്. അതിന് തന്നെ ഒരു തലവേദനയുള്ള ഒരാൾ കിടക്കുന്നു,
കിടന്നുറങ്ങുന്നു, ഒരു കുഴപ്പമില്ല. പുലർച്ചെ ഒരു 3-4 മണി സമയത്ത് ആൾ തലവേദനയായിട്ട് എണീക്കുന്നു, അതിനോടൊപ്പം തന്നെ ഛർദ്ദിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു രോഗലക്ഷണമാണ്. ഇത് തലയിൽ ട്യൂമറോ അല്ലെങ്കിൽ മുഴയുണ്ടാവുകയും അതിനകത്ത് പ്രഷർ കൂടിയിട്ട് വരുന്ന ഒരു അവസ്ഥയുടെ ഒരു ലക്ഷണമായിട്ട് തന്നെ അതിന് കാണണം. ഇതാണ് ഒരുതരം പേടിക്കേണ്ട തലവേദന. ഇതാണ് രണ്ടാമത്തെ തലവേദന എന്ന് പറഞ്ഞാൽ രോഗി കിടക്കുന്നു, കംഫർട്ടബിളായി കിടക്കുന്നു, രാവിലെ എണീക്കുന്നു, 6-7 മണിക്ക് നമ്മൾ സാധാരണ എണീക്കുന്ന പോലെ തന്നെ എണീക്കുന്നു. പക്ഷേ ആൾ എണീറ്റ് വരും തന്നെ സിവിയർ ഹെഡേക്ക് ആയിട്ടായിരിക്കും, അതികഠിനമായ തലവേദനയായിട്ട് എണീക്കുക. ഉടനെ തന്നെ ആൾ ഛർദ്ദിക്കാൻ വരുമെന്ന് പറയില്ല, ഛർദ്ദിക്കുകയും ചെയ്യുക. അപ്പോൾ അതികഠിനമായിട്ടുള്ള തലവേദന രാവിലെ എണീക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെയുള്ള ഛർദ്ദിയും നമുക്കൊരു അപകട സൂചന തരുന്ന ഒരു രോഗലക്ഷണമാണ്. മൂന്നാമതെന്ന് പറഞ്ഞ പോലെ ഈ പേടിക്കേണ്ട ഒരു തലവേദന, ഇത് തല മൊത്തം തന്നെ ഉണ്ടാവും. തല മൊത്തം ഒരു വിങ്ങണ പോലെ തലവേദന എന്നാണ് ആ രോഗി പറയുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്കകത്തുള്ള പ്രഷർ കൂടി ആ പ്രഷർ തലയുടെ പല ഭാഗങ്ങളിലേക്കും ഇങ്ങനെ വ്യാപിച്ച് തല മൊത്തം വിങ്ങുന്ന ഒരവസ്ഥ വരുന്നതിനെയാണ് നമ്മൾ ഈ തരത്തിലുള്ള തല മുഴുവനായിട്ടുള്ള വിങ്ങുന്ന തര തലവേദന, അതും ഇതിനകത്ത് ഒരു അപകട സൂചന തരുന്ന ലക്ഷണമാണ്. നമ്മൾ നേരത്തെ ഡോക്ടർ പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ തലയുടെ ഇപ്പം മസിൽ നിന്ന് ഒരു ഭാഗത്തു നിന്ന് വരുന്നതാണെങ്കിൽ അല്ലെങ്കിൽ എല്ലിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് വരുന്നതാണെങ്കിൽ തലവേദന തീർച്ചയായിട്ടും ഏത് ഭാഗത്തു നിന്നാണോ വരുന്നത് ആ ഭാഗത്ത് മാത്രമേ ആയിട്ട് തന്നെ തലവേദന ഉണ്ടാവും. ഇതങ്ങനെയല്ല, തല മൊത്തം തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു തലവേദനയുടെ ഒരു തരംതിരിവ് അല്ലെങ്കിൽ അതിന് നമ്മൾ ഒരു വളരെയധികം ഉത്തരവാദിത്വം തന്നെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ദീർഘകാലമായിട്ട് തലവേദന ഉള്ള ഒരാൾ തന്നെ തീർച്ചയായിട്ടും അവർ പിന്നെ അതിനെപ്പറ്റി വലിയ ഗൗരവം കൊടുക്കില്ല. എനിക്ക് സ്ഥിരമുള്ളതാണ്, അത് മൈഗ്രൈനാണ്, യാത്ര ചെയ്തിട്ടുണ്ടാകും, ഇതൊക്കെ അവർ പറയും. പക്ഷേ ആ വരുന്ന തലവേദനയ്ക്കുള്ള ഭാവവ്യത്യാസം, ഇപ്പോൾ നമുക്കിപ്പോൾ പണ്ടൊക്കെ മാസത്തിൽ ഒരു തവണ ഉണ്ടാകുന്നത് വരും കാലങ്ങളിൽ അത് 2 തവണയായി, അത് 3 തവണയായി. അതൊരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു മാറ്റം തന്നെയാണ്. പണ്ട് എനിക്ക് ഒരു മാസത്തിൽ തലവേദന വന്നു കഴിഞ്ഞാൽ അത് 5 മിനിറ്റ് നിൽക്കുന്നുള്ളൂ, ഇപ്പോൾ അത് 10 മിനിറ്റായി, ഇപ്പോൾ 15 മിനിറ്റായി, ഇപ്പോൾ അത് 20 മിനിറ്റായി ഡോക്ടറെ എന്ന് പറയാമെങ്കിൽ തീർച്ചയായിട്ടും അതിനെയും അതീവ പ്രാധാന്യത്തോടെ അതിനെ നമ്മളൊരു ബഹുമാനത്തോടെ കാണേണ്ട ഒരു രോഗലക്ഷണം തന്നെയാണ് അത്. അതിൻ്റെ സ്വഭാവത്തിലും ഘടനയ്ക്കും വരുന്ന രീതിയിലും വന്നു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തിൻ്റെ ഒരളവും ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഒരു സൂചന നൽകുന്ന ലക്ഷണങ്ങളാണ്. പക്ഷേ എന്തു തന്നെ ആയാലും രോഗലക്ഷണങ്ങളും ഈ വകതിരിവൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം തന്നെ ഒരു രോഗിക്ക് നമുക്ക് കാണുന്ന ഒരു രോഗി ഉണ്ടായിക്കോളുന്ന ഒരു നിർബന്ധമില്ല. അപ്പം നമ്മൾ അതിനെ ഒരു സംശയദൃഷ്ടിയോടെ നോക്കുകയും ഒരാൾ ഒന്നിൽ കൂടുതൽ തവണ തലവേദനയായിട്ട് നമുക്ക് വരികയാണെങ്കിൽ ഇത്തരം അപകട ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന നിലയ്ക്ക് നമുക്കൊരു മിനിമം ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു സ്കാൻ എടുക്കുന്നത് വളരെയധികം അനിവാര്യമായിട്ടുള്ള സംഭവമാണ്. കാര്യം നേരത്തെ ഒരു മുഴ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചികിത്സാ രീതികളും അതിന് സർജറി ചെയ്യാനുള്ള ഒരു എളുപ്പവും തുടർ ചികിത്സകൾക്ക് അതെല്ലാം സഹായമാകുന്നതുകൊണ്ടാണ് നമ്മൾ ഒരാൾ ഒന്നിൽ കൂടുതൽ തവണ ഈ തലവേദന അത് ഏത് തരത്തിലുള്ള ലക്ഷണങ്ങളായിക്കോട്ടെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഒരു ബഹുമാനത്തോടെ കാണുകയും അത് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഒരു ടെസ്റ്റിലേക്ക് പോകുന്നതും അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അത് വരും കാലത്തുള്ള ചികിത്സയും രോഗിയുടെ ബുദ്ധിമുട്ടുകളും ഒരു പരിധിവരെ എന്നല്ല 100% തന്നെ നമുക്ക് നീക്കിവെക്കാനും സാധിക്കുന്ന ഒരു നിലപാടായിരിക്കും. ഡോക്ടർ, എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുന്നോ അത്രയും നല്ലത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഒരു ഡയഗ്നോസിസ് എങ്ങനെയാണ്? അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്ന ആ ഉത്തരം കഴിഞ്ഞ ഈ ചർച്ചകളിൽ ഇടയ്ക്ക് വെച്ച് ഡോക്ടർ രാധാകൃഷ്ണൻ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് സ്കാനിങ് ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒരുപക്ഷെ അത് മാത്രമാണ് പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഇതിന് ബ്ലഡ് ടെസ്റ്റ് അങ്ങനത്തെ മറ്റ് ടെസ്റ്റുകളൊന്നും തന്നെ വെച്ച് നമുക്ക് ബ്രെയിൻ ട്യൂമർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ബ്രെയിനിൻ്റെ സ്കാൻ, അതായത് പ്രധാനമായിട്ട് MRI സ്കാൻ പിന്നെ CT സ്കാൻ, ഈ 2 സ്കാനുകളാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സ്കാനുകൾ കൊണ്ട് മാത്രമേ ഒരു ബ്രെയിൻ ട്യൂമറുടെ രോഗനിർണയം, അതായത് ഡയഗ്നോസിസിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഇതിൻ്റെ രോഗലക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ രോഗലക്ഷണങ്ങളൊക്കെ ഉള്ളവർ അത് വെച്ചുകൊണ്ടിരിക്കാതെ ഏതെങ്കിലും ഒരു ഡോക്ടറെ സമീപിച്ച് ഈ അവരുടെ തലവേദന അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഒരു ബ്രെയിൻ ട്യൂമർ
കൊണ്ടല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി ഉള്ള ഇൻവെസ്റ്റിഗേഷൻ നിലവിൽ MRIയും CT സ്കാനുമാണ്. സർജറിയും മറ്റ് ചികിത്സകളെല്ലാം കഴിഞ്ഞെങ്കിൽ പോലും ഇത് റിക്കറൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടോ? ഇതിൻ്റെ ഒരു ഔട്ട്കം എങ്ങനെയാണ്? ഇതിപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെ ട്യൂമറിനെ ഇപ്പോൾ നമ്മൾ ഒരു ക്യാൻസറായിട്ട് കാണാം, ക്യാൻസർ അല്ലാത്ത ട്യൂമറായിട്ട് കാണാം. സോ ക്യാൻസർ അല്ലാത്ത ട്യൂമറുകൾ ആവുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞാൽ ഇതിൻ്റെ റിക്കറൻസിൻ്റെ സാധ്യത തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വിഭാഗമുണ്ട്, അതായത് ലോക്കലി അഗ്രസീവ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ഉണ്ട്. അതായത് അത് വേറെ ഭാഗത്തേക്ക് പടരില്ലെങ്കിൽ പോലും അവിടെ ലോക്കലി അതിൻ്റെ സറൗണ്ടിങ് ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യാനുള്ള പ്രവണതയുള്ള ചില ട്യൂമേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ട്യൂമേഴ്സിൽ ഈ സർജറി മാത്രം ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീഷൻ അല്ല. അതായത് സർജറിക്ക് ശേഷം പലപ്പോഴും റേഡിയേഷനും അതേമാതിരി കീമോവും വേണ്ടി വരാം. പക്ഷേ ബിനൈനായിട്ടുള്ള ട്യൂമർ, അത് നമ്മൾ സാധാരണ കാണുന്ന ബിനൈനായിട്ടുള്ള ട്യൂമേഴ്സ് ഫുള്ളായിട്ട് നമ്മൾ നീക്കം ചെയ്ത് അതിൻ്റെ റിക്കറൻസിന് സാധ്യത വളരെ വളരെ കുറവാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ ക്യാൻസറസ് ട്യൂമറിന് ഓപ്പറേറ്റ് ചെയ്യരുത് എന്നല്ല, ക്യാൻസറസ് ട്യൂമറിന് ഓപ്പറേഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനുശേഷം തുടർ ചികിത്സയായിട്ട് പലപ്പോഴും റേഡിയേഷനും കീമോയും വേണ്ടി വരാം. ഔട്ട്കം ഡിഫൈൻ ചെയ്യണത് ഒന്ന് ഈ പേഷ്യൻറ്റിൻ്റെ ട്യൂമർ നമ്മൾ എപ്പോൾ കണ്ടുപിടിക്കണം, എപ്പോൾ ചികിത്സ തുടങ്ങണം, പിന്നെ ഈ ട്യൂമറിൻ്റെ തീവ്രതയാണ്. അതായത് വളരെ അഗ്രസീവായിട്ടുള്ള ട്യൂമറിൽ പലപ്പോഴും ഓബ്വിയസ്ലി റിക്കറൻസ് ഔട്ട്കം അത്ര ഗ്രേറ്റ് ആയിരിക്കില്ല. പക്ഷേ മോസ്റ്റ് ട്യൂമർസ് വിച്ച് ആർ ഓപ്പറബിൾ, അതായത് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ട്യൂമർസിൽ തീർച്ചയായിട്ടും പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫും സർവൈവലും ഡെഫിനറ്റ്ലി ബെറ്ററാണ്. പിന്നെ ഈ ട്യൂമറിൻ്റെ ലൊക്കേഷനും ഒരു ഔട്ട്കം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ മാത്രമല്ലല്ലോ, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടിയാണ്. അപ്പോൾ ഈ ട്യൂമറിൻ്റെ ലൊക്കേഷനും ഇതിനെ തീരുമാനിക്കും. വളരെ വൈറ്റലായിട്ടുള്ള സ്ട്രക്ചേഴ്സിൻ്റെ അടുത്തുള്ള ട്യൂമർ ആകുമ്പോൾ നമുക്ക് പലപ്പോഴും ഔട്ട്കംസിനെ അത് ബാധിക്കാം. അതായത് നമ്മളത് സർജറി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അത് ട്യൂമർ റിമൂവ് ചെയ്യാൻ നോക്കുമ്പോഴും ഈ ക്രിട്ടിക്കൽ ഏരിയാസിന് ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഓവറോൾ ഇപ്പോഴത്തെ ടെക്നോളജിയും ഇപ്പോഴത്തെ സർജിക്കൽ ട്രെയിനിങ്ങും ഒക്കെ വെച്ചിട്ട് ദി ഔട്ട്കം ഇസ് മച്ച് ബെറ്റർ. അതായത് ഒരു 10 വർഷം 15 വർഷം മുമ്പത്തെ ഒരു ഔട്ട്കം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ബെറ്ററാണ്. പിന്നെ നമ്മളിത് നേരത്തെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഔട്ട്കംസ് ആർ ഗുഡ്. ബ്രെയിൻ ട്യൂമർ എന്ന വിഷയത്തെ പറ്റി ഇത്രയും ആധികാരികമായി നമ്മളുമായി പങ്കുവച്ച 3 ഡോക്ടേഴ്സിനോടുമുള്ള നന്ദി. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സെഷൻസുമായി നമുക്ക് വീണ്ടും കാണാം.